ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ താറ് പാസ് ചെയ്യുന്നുണ്ടോ? ഇത് ഫേക്കാ. എല്ലാവർക്കും നേരത്തെ തന്നെ മനസ്സിലായി കാണും. എന്നാലും ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മൾ കാറിൻ്റെ സൈഡ് പ്രൊഫൈൽ ഫോട്ടോ സൈഡ് ലൈവായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ പിക്സാർട്ടിലോ ലൈറ്റ് റൂമിലോ വെച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കളയുക. ദെൻ നേരെ ടു നമ്മുടെ ക്യാപ്കട്ടിലോട്ട് പോവുക. ന്യൂ പ്രൊജക്റ്റിലോട്ട് പോവുക. നമ്മുടെ വീഡിയോ, അതായത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വീഡിയോ എടുക്കുക. വേണ്ട ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഭാഗം കട്ട് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയ്ക്ക് സ്പീഡ് കുറയ്ക്കേണ്ടതാണെങ്കിൽ കുറയ്ക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഓവർലേ പോവുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല താറിൻ്റെ ഒരു ഫോട്ടോ അതവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് വേണ്ടത്ര രീതിയിൽ ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിം അത് കറക്റ്റ്, ലാസ്റ്റ് കീ ഫ്രെയിം കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി പാസ് ചെയ്ത് പോകുന്നോട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനിയുണ്ട് കേട്ടോ പണി. അപ്പം അതത്രയാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ ഇങ്ങനെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ദെൻ നമുക്കിനി വേണ്ട, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി വെച്ച ആ ഒരു വീഡിയോ നമുക്ക് ഓവർലേ ആക്കണം. അങ്ങനെ നമ്മൾ ഓവർലേ ആക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ദെൻ നമ്മൾ നേരെ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവിലാണ്. പിന്നെ ബ്രഷ് ടൂൾ എടുക്കുക, ബ്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇതിൽ എന്താ പറയുക, ഒരു മിസ്റ്റേക്കും വരൽ, നമ്മുടെ ഒറിജിനാലിറ്റി കുറയുന്നതായിരിക്കും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാറിലും ബ്രേക്ക് ലിവറിലും ഒക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സൂം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡ് അല്ലാതെ വേറെ മെത്തേഡിൽ ഇത് ചെയ്യാം. ബട്ട് ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു ട്രിക്ക് കൊണ്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വീഡിയോ മാത്രമല്ല, പല വീഡിയോ നമുക്ക് ഒരു വീഡിയോ തന്നെ മേക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ദെൻ അപ്പം ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ സൗണ്ട് എഫക്റ്റോടും കൊടുത്തു കഴിഞ്ഞാൽ പക്കയായിരിക്കും. അപ്പം സൗണ്ട് എഫക്റ്റോടും കൊടുക്കാതിരിക്കാൻ മറക്കണ്ട. പാസിങ് സൗണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ബൈ.